उई, उसके सर पे मार दिया। इतनी मोटी हिट। हेलो एवरीवन, कैसे हैं जी? मुझे सारे ठीक ठाक होंगे। और जी हम लोग देख रहे हैं लोका चैप्टर 1। और इसमें जी ये जो है चंद्रा का रोल मुझे बड़ा ज़बरदस्त लग रहा है। और जैसा उसको रोल दिया है बिल्कुल वैसा ही वो जो है परफॉर्म कर रही है। और अब जो है पुलिस वाले की नज़र उस पर जो है पड़ चुकी। अब हम देखेंगे कि जी नेक्स्ट क्या होता है। तो मूवी बहुत ज़्यादा इंटरेस्टिंग है। चैनल को प्लीज़ सब्सक्राइब कर दो। अनीशा ऑफिशियल पे मुझे ज्वाइन करो जो कि इंस्टाग्राम पे। और वीडियो अच्छी लगी तो लाइक शेयर ज़रूर करना। तो चलो स्टार्ट। फाइनली चले गए। എന്നാലും പൈസ കൊടുത്തേക്കായിരുന്നല്ലേ? പാവങ്ങള് കഴിച്ചില്ലേ? പാർട്ടി പൊളിച്ചില്ലേ? ये फिर वहीं सोया हुआ You है। don't know how it feels. It's okay. He almost put his hand in my pocket. Yeah, I know. But nothing happened, right? You don't understand. Just relax. Okay? Just relax. Huh? It's okay. ഓസം ബർത്ത്ഡേ പാർട്ടി അല്ലേ? Okay. എനിക്ക് ഇങ്ങനെ ലൗഡ് പാർട്ടീസ് ഒട്ടും It's ഇഷ്ടമല്ല. okay. Sorry, Chandra. Rupa. चंद्रा Just रूपा। relax. ഐ എം എ സാജിറ്റേറിയൻ. സാജീസ് ആർ റിയലി കൂൾ പീപ്പിൾ ഇൻ ലൈഫ്. എന്നാ ഞാൻ പോട്ടെ. എനിക്ക് കുറച്ചുകൂടെ താങ്ക് യു ഫോർ ഹാവിങ് മീ. കുറെ നാൾ കഴിഞ്ഞാ ഇങ്ങനെ. ഐ ഹാഡ് ഫൺ. It's okay. नहीं वो फ्री नहीं कराते। ടേക്ക് കെയർ. Yeah. हाँ कि नहीं? അളിയാ നിനക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ അവളെ മുട്ടി നോക്കി. എനിക്ക് താല്പര്യമില്ലാന്ന് എപ്പോ പറഞ്ഞു? നീ പറഞ്ഞു കള്ള. നീ പറഞ്ഞായിരുന്നു. फाइट चल रही है। ഞാൻ ഒരു വാക്ക് ഞാൻ ജസ്റ്റ് ഒരു വാക്കിന് പോയിട്ട് വരടാ. ये कौन सी वो क्या भाई? ओ खिड़की बंद। What's going on? सुबह हो गई। ഹലോ, ഗുഡ് മോർണിംഗ് ആന്റി. എടാ നൈജിൽ ഇവിടെ ഉണ്ടോ? നൈജില് ഇല്ലല്ലോ. നിന്റെ ഫ്ലാറ്റിൽ കാണുമെന്നാണല്ലോ പറഞ്ഞേ. വിളിച്ചിട്ടും കിട്ടുന്നില്ല. എവിടെ തട്ടാൻ പോയിരിക്കുകയാണോ എന്തോ. അവൻ അങ്ങോട്ടെങ്ങാനും വന്നാ ഒന്ന് വിളിക്കാൻ പറ. ആ പറയാ ആന്റി, ഇപ്പൊ പറയാം. വേണു എന്താ? നൈജില് വീട്ടിലെത്തിയില്ലാന്ന് അവന്റെ അമ്മയെ വിളിച്ച്. ഞാൻ വിളിച്ചു നോക്കി, ഫോൺ ഓഫാ. അവനാ ചന്ദ്രയുടെ ഫ്ലാറ്റിൽ കാണും. ഭാഗ്യവാൻ. इसको अंकल ही बोलती है। ചന്ദ്ര, ഞാനാ സണ്യ. ഒന്ന് തുറക്കാവോ? ഇല്ല. क्यों? നൈജിലില്ല ഇവിടെ. ആര്? നൈജിൽ ഇവിടെ ആരുമില്ല. സണ്ണി പോ. ആരുമില്ല. അല്ല, അപ്പൊ ഇന്നലെ ഇങ്ങോട്ടേക്കല്ലേ വന്നത്? ഒന്ന് പോയ സണ്ണി. ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. സോറി. डबल आवाज आ रही है ना? तीसरा कौन? ഓഹോ,
इसको याद आ गया. നിങ്ങൾ ഒന്ന് വരാവോ? നിങ്ങൾ വന്നാൽ ഇവരെന്തൊക്കെ പറയണ? എടാ അളിയ, ഞാനിവിടെ ചന്ദ്രയുടെ ഫ്ലാറ്റില് പണി കിട്ടിയൊരു സംശയം. എടാ ഇവള് നമ്മൾ വിചാരിക്കുന്ന ആളല്ലടാ. എടാ നിങ്ങൾ ഒന്ന് വരാവോ? നിങ്ങൾ വന്നാൽ എന്താടാ അടിച്ച് ഓഫായ എവിടെയെങ്കിലും കിടക്കിയിരിക്കും. ബോധം ഒരു മിനിറ്റ് പോക്കോളും. ഷോ, എന്റെ ക്രെഡിറ്റ് കാർഡ് അവനെടുത്തായിരുന്നു. ഛേ, എടാ ഒന്നും വന്നേ. എടാ ഇത് മറ്റവനല്ലേ? ആ ഇത് കുമാർ. ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ. ജയില? ആ എടാ, ഇവൻ എത്രയും MDMA ആയിട്ട് നാർക്കോട്ടിക്സ് നോക്കിയതാ. കുറച്ചാലാകത്തായിരുന്നു. ഇവൻ ഇറങ്ങിയതേ അറിഞ്ഞില്ല. നമ്മൾ രക്ഷപ്പെട്ട സണ്ണി ഇവിടെ ഏറ്റവും നല്ല സ്റ്റഫ് ഇടുന്ന അവൻ്റെ അടുത്താ. तो टेंशन हो रहा है, इसको समझ नहीं आ रहा वो क्या रहा है. कुछ और ही सोच रहा है ये. ये सो रहा है जाग रहा है? എടാ ആ പോലീസിനെ വിളിക്കണോ? എന്തിന്? സണ്ണി, ഹലോ, കയറി പോര്. പൂച്ചകത്താ, പേടിക്കണ്ട. ഇല്ല, വർക്ക് ഉണ്ട്. സണ്ണി ഒന്ന് വരുമോ? എന്താ? ഐ എം സോറി. എന്നെ ഉറക്കത്തിന് എണിപ്പിച്ച ഐ ഗെറ്റ് എ ബിറ്റ് ആംഗ്രി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോറി. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഏജിൽ നോക്കി വന്നാ. അവന്റെ ഫോൺ ഓഫാ. നൈജലിൻ്റെ കൂടെ ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. അപ്പോ ओह शूज पे खून है. എന്താ? അല്ല, വേണുവിന്റെ ക്രെഡിറ്റ് കാർഡ് അവന്റെ ഇല്ല. അപ്പൊ അത്യാവശ്യം ഉണ്ടായിരുന്നു. പൈസ വല്ലതും വേണോ? കാശൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരി. ആ I'll go. I'm late for work. ഓക്കെ. को पक्का शक हो गया इस लड़की पे. എടാ എന്താ? എനിക്ക് എന്തോ ഒരു ഇൻറ്റ്യൂഷൻ. എന്ത്? നമ്മളുടെ നൈജില് അവളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടെന്നാ ഒന്ന്. ഓ ഭാഗ്യവാൻ. എടാ അതല്ലടാ, അവനെന്തോ പറ്റിയിട്ടുണ്ട്. ഈ ചന്ദ്രയില്ലേ, ആ എനിക്കെന്തോ ഒരു റോങ് ഫീലിംഗ്. പല ആൾക്കാരും അവളുടെ ഫ്ലാറ്റിൽ വന്നു പോണു. ഈ കുമാറൊക്കെ, അവനൊക്കെ ചെറിയ ക്രിമിനൽ അല്ലേ? കഞ്ചാവ് മയക്കൊരു സപ്ലൈ ഉണ്ടെന്നല്ലേ? അതൊക്കെ ഒരു ക്രൈമാണോ സണ്ണി? അല്ല, ഇനി ഇവരൊക്കെ ആണെങ്കിലും ഈ ഓർഗൻ മാഫിയ. എടാ നമ്മൾ കാണുന്ന പോലെ അല്ല ആൾക്കാര്. ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നൈസായിട്ട് അവളെ ഫോളോ ചെയ്യാൻ പോവാ. നീ ഈ സമയം അവളുടെ ഫ്ലാറ്റിൽ കയറി നോക്കാവോ? എനിക്ക് അവൻ അവിടെ തന്നെ ഉണ്ടെന്നാ തോന്നുന്നേ. ശരി. ആ इसके फ्लैट में जाएंगे अब. അയ്യോ. അളിയാ, തുമ്പ താങ്ക്സ് സർ. സിഗോണ, ഗുഡ് നൈറ്റ്. എടാ വീണു, നീ ഇത് എവിടെയായിരുന്നു? ഒന്നും പറയണ്ട അളിയാ. ഇന്നലെ ഞാനും ചന്ദ്രൻ വോക്കിന് പോയില്ലേ? ആ വോക്ക് വേണ്ട, ഫ്ലാറ്റിലേക്ക് ശുക്രൻ പോകാം മിൽ ഗയാ. എന്ന് പറഞ്ഞവൾ ഫ്ലാറ്റിന്റെ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. അവളകത്ത് കയറ്റിയില്ല അല്ലേ? അല്ല, അവളകത്ത് കയറ്റിയില്ലേന്ന്. അവളെ കഥ കടച്ച്. എന്നിട്ട് എന്നാ പിന്നെ വീട്ടിൽ പോകുന്ന നേരത്തെ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോ പോലീസ് കൈയടിച്ചു. എന്നിട്ട് ലൈസൻസ് എടുക്കാനായി പോക്കറ്റ് കൈയിട്ട് പുറത്തെടുത്തപ്പോൾ കിട്ടിയത് കഞ്ചാവ്. അപ്പൊ തന്നെ കൊണ്ടുപോയി. എന്തായാലും എസ്കേപ്പ് ആയല്ലോ. എടാ നീ എങ്ങോട്ടാ? ചന്ദ്രയെ നമുക്ക് ശരിക്കും അറിയില്ലല്ലോടാ.
चलो मिल गया फाइनली। और ये इसका पीछा कर रहा है, पता चल जाता है ना उसको वैसे। ಬರ್ತಿದ್ದಾಳೆ. ಫಿಲ್ ಮಾಡು. ಇಷ್ಟೆಲ್ಲ ಬೇಕಾ? ಇದೇ ಬೇಜಾರಾಯ್ತು. ಫಿಲ್ ಮಾಡು. ये सारा एक ही गैंग है पूरा। आज तो ये मरेगा पक्का। ಹತ್ರ ಬಂದು ओहो, ತಗೊಳ್ರು ಅವಳನ್ನ. ಬೇಗ ಬೇಗ ಬೇಗ. ನೋಡ್ತಾ ಇದ್ಯಾ? ತಳ್ಳು ಅವ್ಳನ್ನ. ಯಾರೋ ಬರ್ತಾ ಇದ್ದಾರೆ. ಆಗ್ತಾ ಇಲ್ಲ. ತಲೆ ಬಳಸ್ ತಳ್ಳು. ಕೈ उई, उसके सर पे मार दिया। ಬೇಗ. इतनी मोटी हिट। कॉल पुलिस, पुलिस प्लीज। वो भी ऊपर ही देख रहा, सकते में आया हुआ था वो। ഉറക്കം വരുന്നില്ലല്ലേ? കഥ പറഞ്ഞാൽ ഉറക്കം വരുമോ? ആ, എന്ത് കഥയാ വേണ്ടത്? യക്ഷിക്കഥ. ആ, യക്ഷിക്കഥ. ആ. പണ്ട് 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 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സിറ്റി വലിയൊരു കാടായിരുന്നു. അന്നിവിടെ രാജഭരണമായിരുന്നു. രാജാവിനൊരു വലിയ കൊട്ടാരവും കൊട്ടാരത്തോട് ചേർന്ന് ഒരു അമ്പലവും ഉണ്ടായിരുന്നു. ഈ രാജാവ് വലിയൊരു കാളീഭക്തനായിരുന്നു. രാജാവ് എന്നും അമ്പലത്തിൽ തൊഴാൻ പോകും. ഇത് രാജാവിന്റെ കഥയാണോ? പറയാം. ഈ കാടില്ലേ, അവിടെ മോളെ പോലെ ഉണ്ട കണ്ണൊക്കെ ആയിട്ട് ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. ഇത് ആ കുട്ടിയുടെ കഥയാണ്. जगह कितनी प्यारी है, बहुत अच्छा दिखा रहे हैं। രാജാവ് എന്നും അമ്പലത്തിൽ പോകുമ്പോ നമ്മുടെ ഈ കുട്ടിയും അവളുടെ കൂട്ടുകാരും ദൂരെ ഇങ്ങനെ നോക്കി നിൽക്കും. എന്താ അവരമ്പലത്തിൽ കയറാത്തെ? അവരെ അമ്പലത്തിൽ കേട്ടില്ല. രാജകുടുംബത്തിനും ചില പ്രമാണികൾക്കും മാത്രമേ അമ്പലത്തിൽ കയറാൻ അനുവാദമുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടിയും കൂട്ടുകാരും ആരും അറിയാതെ അമ്പലത്തിൽ കയറി. പൂജാരിയെ കണ്ട് വെപ്രാളത്തിൽ ഓടിയപ്പോ അവിടുന്ന് കിട്ടിയ ആ മുത്ത് അറിയാതെ കുട്ടിയുടെ കയ്യിലായി. അയ്യോ, എന്നിട്ടെന്ത് പറ്റി? ആ, അമ്പലത്തറയിൽ കിടന്ന് കിട്ടിയ മുത്തായതുകൊണ്ട് കുട്ടികൾ അത് അവരുടെ ദേവിക്ക് സമർപ്പിച്ചു. ഇതറിഞ്ഞ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. കാടിന്റെ മക്കൾ തന്റെ അമ്പലത്തിൽ കയറിയതും വിഗ്രഹത്തിൽ കിടന്ന മുത്ത് അറിയാതെ എടുത്തതും പോരാത്തതിന് അത് അവരുടെ ദേവിയുടെ വിഗ്രഹത്തിൽ കൊണ്ട് കിട്ടിയതൊന്നും രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ആ ദേഷ്യത്തിന് രാജാവ് ആ അമ്പലത്തിന് തീയിട്ടു. അമ്പലത്തിൽ കയറിയ കുട്ടികളെയും കുടുംബത്തെയും കൊല്ലാതിന് ഉത്തരവിട്ടു.
തങ്ങളെ കൊല്ലുമെന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ അവരെല്ലാവരും കാട്ടില് ഒരു ഗുഹയിൽ പോയി ഒളിച്ചു. बेचारे ആ ഗുഹയില് ആർക്കും അറിയാത്ത എന്തോ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ശക്തി. चिमगादड़े बेचारी के साथ इतनी सारी चिमगादड़े चिमड़ गई। ओहो, पकड़ लिया इनको। चलो भाई यहाँ रोकते हैं। ज़बरदस्त यार, ये वाला पार्ट भी बहुत इंटरेस्टिंग था। एक तो स्टोरी शुरू हो गई है, ठीक है, और जो है चंद्रा के बारे में आहिस्ता आहिस्ता जो है पता चलता जा रहा है, उस लड़के को उसको शक होता जा रहा है, और यहाँ पे वो जो है किडनैप भी हो गई है। तो अब हम देखेंगे जी नेक्स्ट पार्ट, जो कि और ज़्यादा इंटरेस्टिंग होने वाला है। मैंने बीच में इसलिए जो है रोका कि बहुत फिर लंबी हो जाती है तो फिर मसले हो जाते हैं, ठीक है। और जहाँ जहाँ पे म्यूज़िक में रोक रही हूँ वहाँ पर जी ब्लॉक का इशू है इस वजह से। तो आई होप कि आप जो है समझेंगे, और चैनल को प्लीज़ सब्सक्राइब कर देना। अनीशा ऑफिशियल पे मुझे ज्वाइन करना, जो कि इंस्टाग्राम पे। दोबारा मिलती हूँ नेक्स्ट वीडियो में। ओके, बाय बाय।